വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവും MLA-യുമായ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയും പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്ന്. രതീഷ്, ആത്മഹത്യാ പ്രേരണാ കുറ്റമടക്കം ചുമത്തിയാണോ കേസെടുത്തിരിക്കുന്നത്? അതിന് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ തന്നെ വാദങ്ങളെ തള്ളിക്കൊണ്ട് കൃത്യമായി ആത്മഹത്യാ പ്രേരണാ കുറ്റം ഈ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ കൂടിയായിട്ടുള്ള KK ഗോപിനാഥൻ തുടങ്ങിയവർക്കെതിരെയാണ് ഈ ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ബത്തേരി DYSPയുടെ മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇവർ 3 പേരും കാരണമായി എന്ന സൂചനകൾ NM വിജയന്റെ കത്തുകളിൽ നിന്നും ആത്മഹത്യാ കുറിപ്പുകളിൽ നിന്നും കിട്ടിയിരുന്നു. അത് മാത്രമല്ല, NM വിജയന്റെ ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. 3 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. MLA പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ നടപടിയെടുക്കണം, MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM വലിയ പ്രക്ഷോഭ രംഗത്താണ് നിലവിൽ തന്നെ. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണനെതിരെ MLA-ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല, മുൻ കോൺഗ്രസിന്റെ DCC ട്രഷറായ KK ഗോപിനാഥിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം ഇതിൽ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉപസമിതി വന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന വാക്കുകൾ പറഞ്ഞു പോയതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വ്യക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ 3 പേർക്കെതിരെ കേസെടുത്തത്. മാത്രമല്ല, ND അപ്പച്ചൻ, ഗോപിനാഥ്, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ തുടങ്ങിയവരെ കൃത്യമായി പ്രതിരോധിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തത്. ഈ കത്ത് ഉൾപ്പെടെ വ്യാജമാണെന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഇതെല്ലാം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. കത്തിനെ പോലും NM വിജയൻ അവസാനമായി എഴുതിയ കത്ത് പോലും അവിശ്വസനീയമാണ്, അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത്. ഈ ഘട്ടത്തിലാണ് പോലീസ് ഇത് നിയമപരമായ പരിശോധന നടത്തി, ഫോറൻസിക്കിന്റെ പരിശോധന നടത്തി NM വിജയൻ തന്നെ എഴുതിയ കത്തുകളാണിതെന്ന് ഉറപ്പുവരുത്തുകയും ആ രീതിയിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉൾപ്പെടെ ഈ നേതാക്കളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായി വലിയ രീതിയിൽ കോൺഗ്രസ് മറുപടി നൽകേണ്ടി വരും, വില നൽകേണ്ടി വരും. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NM വിജയന്റെ IC ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉൾപ്പെടെ നിർണായകമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് NM വിജയൻ ബത്തേരി മണ്ഡലത്തിലെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ കാരണമാകുന്നു ആത്മഹത്യക്കുന്നതിൽ വൈകാരികമായ തലം കൂടിയുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് തനിക്കറിയില്ല, തങ്ങൾക്കറിയില്ല, NM വിജയൻ പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയതായി അറിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് IC ബാലകൃഷ്ണൻ MLA-യും അതുപോലെ തന്നെ DCC പ്രസിഡന്റായ ND അപ്പച്ചനും. ഈ ഘട്ടത്തിലും എന്നതാണ് വളരെ പ്രസക്തം. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രാഥമികമായി ഇവരെ പ്രതി ചേർത്തതോടെ ഇവർ വലിയ പ്രതിരോധത്തിലാവുന്ന ഉറപ്പാണ്. IC ബാലകൃഷ്ണനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM സമരരംഗത്ത് തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി വന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വം കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം വരെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ പറയുന്നത് ആരെയും അവിശ്വസിക്കുന്നത് ശരികേടുണ്ട് എന്ന രീതിയിലാണ് ഉപസമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള രതീഷിലേക്ക് എത്താം. ഇപ്പോൾ വയനാട് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വളരെയധികം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ IC ബാലകൃഷ്ണനെ അടക്കം ചേർത്ത് പ്രതി ചേർത്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. എന്താണ് പ്രതികരണം? തീർച്ചയായിട്ടും പൊതുജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. വളരെ നേരത്തെ തന്നെ നമ്മളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തായാലും പ്രതി ചേർത്തത് സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നടത്തിയിട്ടുള്ള പല വിധത്തിലുള്ള ഈ സഹകരണ മേഖല, സഹകരണ അർബൻ ബാങ്ക്, കാർഷിക വികസന ബാങ്ക് തുടങ്ങിയിട്ടുള്ള ബാങ്കുകളിലൊക്കെ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയ കാലഘട്ടം മുതൽ നടത്തിക്കൊണ്ടുവന്നിട്ടുള്ള അഴിമതികളും അതുപോലെ തന്നെ നിയമന തട്ടിപ്പുകളും ഒക്കെ
അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതാണ്. ഇത് ഞങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇതിനെതിരെ BJPയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലടക്കം ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ IC ബാലകൃഷ്ണന്റെ പേര് തുടക്കം മുതൽ തന്നെ ഒരു 10 വർഷത്തിനിടയ്ക്ക് പലതവണ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിന് ശേഷമാണെങ്കിൽ കൂടി, NM വിജയേട്ടന്റെ മരണത്തിന് ശേഷമാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു സംഭവം തെളിഞ്ഞു വരികയും യഥാർത്ഥ പ്രതികൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രതി ചേർക്കപ്പെട്ടത് വളരെയധികം സ്വാഗതാർഹമായി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടി എടുക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം K. സുധാകരൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെയുള്ള നേതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും തൂങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളാണ് KPCCയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹത്തിന് ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇതെങ്ങനെയെങ്കിലും തൂങ്ങുമെങ്കിൽ ഇത് കൃത്യമായിട്ട് മറച്ചു വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ തൂങ്ങുന്നവരെല്ലാം തൂങ്ങുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മറച്ചു വെക്കാൻ പറ്റുന്നവർ മറച്ചു വെച്ചോ എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതായത് തെറ്റുകാരല്ല എന്ന ഒരു കോൺഗ്രസ്സുകാരനും തെറ്റുകാരനല്ല എന്ന് അദ്ദേഹത്തിന് ധാരണയില്ല. എല്ലാവരും തെറ്റുകാരനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അപ്പോ കുറ്റക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാടാണ് KPCC സംസ്ഥാന നേതൃത്വം മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തെ അതിലേക്ക് വലിച്ചഴച്ച് അവസാനം മരണത്തിന് ശേഷവും അത് ആ കുടുംബത്തിന്റെ തലയിൽ കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും തടിയൂരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല, ഇത് അംഗീകരിക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുമായിട്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA പേര് പരാമർശിക്കുകയും പുറത്തു വരികയും അത് പ്രതിപട്ടികയിൽ ചേരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ആ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തോട് സഹകരിക്കണം, നേരിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, നന്ദി ശ്രീ പ്രശാന്ത് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ K. റഫീഖ് കൂടി നമ്മുടെ കൂടെ ചേരുകയാണ്. CPIM ജില്ലാ പ്രസിഡന്റാണ്. ശ്രീ K. റഫീഖ്, ഈ വിഷയത്തിൽ ഇപ്പോൾ IC ബാലകൃഷ്ണനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലൊരു നീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയുടെ പ്രശ്നമല്ല ഇതിലുള്ളത്. ഇതിൽ യഥാർത്ഥത്തിൽ 2 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട വലിയ അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന് വേണ്ടി 4 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ച കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക ആർത്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ മുതൽ പറയുന്നത്, ഇത് ആത്മഹത്യ എന്ന രൂപത്തിലല്ല ഇതിനെ കാണേണ്ടത്. പകരം കോൺഗ്രസ് നേതൃത്വം നടപ്പിലാക്കിയിട്ടുള്ള ഇരട്ട കൊലപാതകം എന്ന നിലയിലാണ് കാണേണ്ടത്. ഇപ്പൊ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി വസ്തുതകൾ പുറത്തു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വിജയേട്ടൻ എഴുതി വെച്ച കത്തിന്റെ കൂടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. മരണത്തിന് ഉത്തരവാദികൾ എന്ന നിലയിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് അടിയന്തരമായി ഇനിയും ഇതുപോലെ KPCC നേതൃത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇത്രയും നാൾ ഇതിനെ ന്യായീകരിക്കാനും കുറ്റക്കാരെ സംരക്ഷിക്കാനുമുള്ള നീക്കമാണ് നടത്തിയതെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിലെങ്കിലും അടിയന്തരമായി രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം. ഇനി ഒരു നിമിഷം പോലും തൽസ്ഥാനത്തിരിക്കാൻ IC ബാലകൃഷ്ണൻ MLAക്ക് യാതൊരു അവകാശവുമില്ല. അദ്ദേഹം അടിയന്തരമായി രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം. അതോടൊപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ട ഇവരെല്ലാം ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, നന്ദി ശ്രീ K. റഫീഖ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രതീഷ് വാസുദേവൻ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. രതീഷ്, അത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ഈ നേതാക്കൾക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്കെതിരെ മുന്നോട്ടുള്ള കോൺഗ്രസിന്റെ KPCCയുടെ നടപടി എന്തായിരിക്കും? പോലീസിന്റെ നടപടി എന്തായിരിക്കും? സ്വാഭാവികമായും പ്രതി ചേർക്കപ്പെട്ട സ്ഥിതിയിൽ MLA എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സാങ്കേതികമായി കൂടി രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രതിപട്ടികയിലായ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങളുടെ ഭാഗമായി രാജിവെക്കേണ്ടി വരും. അത്തരമൊരു നീക്കത്തിലേക്ക്, അത്തരമൊരു സ്വയം സന്നദ്ധമായ രാജിയിലേക്ക് MLA നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാത്രവുമല്ല, ഈ പ്രതി ചേർക്കപ്പെട്ട മറ്റു തെളിവുകൾ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് FIR ഉൾപ്പെടെയിട്ട് മറ്റു നടപടികളെ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ND അപ്പച്ചന് രാജിവെക്കേണ്ടി വരുമെന്ന് IC ബാലകൃഷ്ണന് രാജിവെക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്.
അത്തരം നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കൂടി അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുമോ? വളരെ പൊടുന്നതിൽ തന്നെ രാജിവെച്ച് മാന്യമായി ധാർമ്മികമായി ആ ഉത്തരവാദിത്തം സാങ്കേതികമായി കൂടി ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമോ എന്നത് ഇനി ചർച്ച ചെയ്യേണ്ടതാണ്. വലിയ വിവാദത്തിലേക്കും കൂടി അത് പോവുകയാണ്. എന്നാലും കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം വരെ വളരെ കൃത്യമായി അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഈ നിലവിൽ കിട്ടിയ ആ കത്ത് പോലും, എൻ വിജയൻ എഴുതിയ കത്ത് പോലും വ്യാജമാണോ, അത്തരത്തിൽ സംശയമുണ്ടോ എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ നിലപാടെടുത്തത്. പക്ഷേ ആ നിലപാട് ഇനി മാറ്റേണ്ടി വരും. സ്വാഭാവികമായിട്ടും ആ നിലപാട് മാറ്റാതെ മറ്റു വഴികളില്ല എന്ന അവസ്ഥയുണ്ട്. എന്തായാലും കോൺഗ്രസിനെ ഇനി ഈ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. രതീഷിലേക്ക് എത്താം. ഇപ്പോൾ പി ഗഗാറിൻ കൂടി ചേരുന്നുണ്ട്, മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ പി ഗഗാറിൻ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് കരുതുന്നു. IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർത്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. എന്താണ് പ്രതികരണം? അതെ, ഇത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഈ ഇത്തരത്തിലൊരു കേസ് നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് പരാതികളില്ലാത്ത കാരണം കൊണ്ടാണ് കാലം വൈകിപ്പോയത്. ശ്രീ വിജയന്റെ വളരെ ദുഃഖകരമായിട്ടുള്ള വിയോഗം, അദ്ദേഹത്തിന്റെ മകന്റെ അടക്കം ദുഃഖകരമായിട്ട് വിയോഗത്തിന് ശേഷം അദ്ദേഹം എഴുതി വെച്ച കത്താണ് ഇപ്പൊ അതിന് ആധാരമായിട്ട് ഉള്ളത്. ഇത് ഒരു യാഥാർത്ഥ്യം, പകൽ വിളിച്ച പോലെ യാഥാർത്ഥ്യമാണ് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വയനാട്ടില് എല്ലാവർക്കും അറിയുന്നതാണ്, ഏത് പൊതുപ്രവർത്തകർക്കും അറിയുന്നതാണ്. ഇത് മാത്രമല്ല, ഒരു സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഏർപ്പാടുകളാണ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് എല്ലാവരും പരസ്പര ധാരണയോടുകൂടി സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത് പോലെ അവർക്ക് അധികാരമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് തുടർച്ചയായി ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും UDF ഭരിക്കുന്ന പല ബാങ്കുകളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം വാങ്ങുക, എന്നിട്ട് ആള് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടില്ല, കിട്ടിയില്ലെങ്കിലും വ്യാമോഹം കൊടുത്ത് പരാതിയില്ലാതെ നിലനിർത്തുന്ന വൈദഗ്ധ്യം വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലെ മുഴുവൻ പ്രതികളും കക്ഷി ഇതിൽ പ്രതിയേർക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. മാത്രമല്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം, കാരണം ഭാവിയിൽ ഒരിക്കലും പൊതുപ്രവർത്തകർ ആവർത്തിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റാണ് വയനാട്ടിൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്തെല്ലാം ന്യായം ആര് തന്നെ പറഞ്ഞു നിന്നാലും ഒരിക്കലും മറയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കി നിയമ നടപടികൾ കൂടി ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലാതെ കുറ്റവാളി മുഴുവൻ ശിക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി, നന്ദി. ശ്രീ പി ഗഗാറിൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് അതുതന്നെയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ നമുക്കറിയാം, കോൺഗ്രസ് KPCC ഉപസമിതിയൊക്കെ ഈ കുടുംബത്തെ ചെന്ന് കാണുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. ഇത്തരത്തിൽ ഒരു ആശ്വാസത്തിലായിരുന്നു, കുടുംബത്തെ ഒപ്പം ചേർത്ത് നിർത്തി എന്നൊക്കെയുള്ള അത്തരത്തിൽ ഒരു ആശ്വാസത്തിൽ KPCCയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. ആത്മഹത്യാ പ്രേരണാകുറ്റം അടക്കം ചുമത്തിയാണ് IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്നു. കുടുംബം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നേരത്തെ ഉന്നയിച്ചിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയം സാമ്പത്തിക പ്രതിസന്ധി അടക്കം വ്യക്തമായി കോൺഗ്രസ് നേതൃത്വത്തിന്, മുതിർന്ന നേതാക്കൾക്കടക്കം അറിയാമായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇന്നലെ ഇപ്പോൾ KPCC ഉപസമിതി കുടുംബത്തെ കാണാനെത്തുന്നതും അവരുമായി ചർച്ച നടത്തുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതായുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് വീണ്ടും കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെ കോൺഗ്രസ് നേതൃത്വം മറികടക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന് കേൾക്കപ്പെട്ട ചോദ്യം. ഈ ആരോപണ വിധേയരെ എത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇനി മുന്നോട്ടേക്ക് അവരോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ IC ബാലകൃഷ്ണൻ അടക്കം പ്രതി ചേർത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇവരോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്നൊക്കെയുള്ളതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. രതീഷ് കേൾക്കാമെങ്കിൽ തുടരാം. ഹലോ.
തീർച്ചയായും വലിയ നിർണായകമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് പരാമർശിച്ച സമയത്ത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത് പരിഹരിക്കണം, പരിശോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും ഇത് സമ്മതിക്കാതെ ഈ വ്യാജമാണ് ഈ കത്ത് എന്ന രീതിയിലുള്ള പ്രചരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. പക്ഷേ അത് പരിശോധിക്കപ്പെട്ടപ്പോൾ ആത്മഹത്യാ പ്രേരണ എന്ന നിലയിൽ അവരുടെ പേര് തന്നെയാണ് കൃത്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പേര് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ ആത്മഹത്യാ പ്രേരണ NM വിജയൻ നൽകിയ ഈ കത്തിലെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഇവരിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നതെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ MLA ഉൾപ്പെടെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ തന്നെ മുൻ DCC ട്രഷററായിരുന്ന KK ഗോപിനാഥൻ, മുൻ DCC പ്രസിഡന്റായിരുന്ന മരണപ്പെട്ട PV ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിഞ്ഞ ദിവസം വരെയുള്ള ന്യായീകരണത്തിന് ഫലം കണ്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിശദീകരണത്തിന് കാര്യങ്ങൾ നിൽക്കില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അത്തരത്തിൽ കൃത്യമായ പരിശോധനയോടെ ഈ ആത്മഹത്യാ പ്രേരണ കേസെടുത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും IC ബാലകൃഷ്ണൻ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM-ഉം BJP-യും ഒക്കെ സമരരംഗത്താണ്. ആ ഘട്ടത്തിലാണ് ഇവരുടെ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. ഈ പേരിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ടത് എന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. മാത്രമല്ല ഇവരൊക്കെ ND അപ്പച്ചനും 2019 IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കൂടിയാണ് വലിയ തരത്തിലുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ വന്നത്. തുടർന്ന് KPCC ഇപ്പോൾ ഉണ്ടായ ഒരു അന്വേഷണ സമിതി പോലെ മറ്റൊരു സമിതിയെ വയ്ക്കുകയും ആ സമിതി ഇവരെല്ലാം വെള്ളപൂശുന്ന തരത്തിൽ അത് ന്യായീകരിക്കപ്പെട്ടും പ്രശ്നങ്ങളില്ല, അഴിമതി നടന്നിട്ടില്ല, അഴിമതിയും അതേപോലെ തന്നെ കെടുകാര്യസ്ഥയൊന്നും നടന്നിട്ടില്ല, അത് പക്ഷേ ആരോപണം മാത്രമാണ് എന്ന് പറയും. ഈ നിലവിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള KK ഗോപിനാഥനെയും മുൻ ബാങ്ക് ചെയർമാൻ ഡോക്ടർ സണ്ണിയെയും പുറത്താക്കുന്ന ഒരു നീക്കത്തിലൂടെ അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നും ഈ NM വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ നിരത്തിൽ ഈ ബാങ്ക് നിയമന അഴിമതി തുടർന്നിരുന്നു. അതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് എന്നുമാണ് NM വിജയൻ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ബാധ്യത പാർട്ടി കണ്ടെത്തണം, പാർട്ടി മനസ്സിലാക്കണം, പാർട്ടിക്ക് വേണ്ടിയാണ് താൻ പണം വാങ്ങിയെന്ന് വിജയൻ ആ വിവിധ കത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല അതിന് കാരണക്കാരായ അതിൻ്റെ ഉത്തരവാദികളായ ആളുകൾ ഈ ND അപ്പച്ചൻ, അതേപോലെ IC ബാലകൃഷ്ണൻ, KK ഗോപിനാഥൻ തുടങ്ങിയ പേരുകൾ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അസ്വാഭാവിക മരണത്തിന് ആദ്യഘട്ടത്തിൽ കേസെടുത്ത പോലീസ് ഈ രേഖകൾ പരിശോധിച്ച് കത്തുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ